ഹലോ വെൽക്കം ബാക്ക്. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നതാണ് ഈ ഒരു ഫ്ലവറാണ്. ഈ ഒരു ഫ്ലവർ പ്ലാസ്റ്റിക് കവർ, അതായത് നമ്മുടെ മീൻ കവറൊക്കെ ഇല്ലേ, ആ ഒരു ഐറ്റം കൊണ്ട് ഉണ്ടാക്കിയ സാധനമാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ഇത്തിരി മെനക്കെട്ടിരിക്കുന്നുണ്ടെങ്കിൽ നല്ല ഫ്ലവേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമുക്കിതിങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം ഇങ്ങനത്തെ കമ്പി ഉണ്ടല്ലോ, വളയ്ക്കുന്ന ഈ നൂൽക്കമ്പിയല്ല, നൂൽക്കമ്പി ആയാലും പറ്റും, ഓക്കെയാണ്. അങ്ങനത്തെ കമ്പി എടുക്കുക. അപ്പോൾ ഏകദേശം നമുക്ക് ആ ഫ്ലവറിൻ്റെ ഇതളുകൾ വരുന്ന വലിപ്പത്തിനുള്ള എന്തേലും കുപ്പിയോ അടപ്പോ അങ്ങനെ എന്തേലും എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് അത് തിരിച്ച് വെച്ച് കമ്പി പ്ലെയർ അത്യാവശ്യം വേണം കേട്ടോ, അല്ലെങ്കിൽ കൈവേദന എടുക്കും. അപ്പോൾ പ്ലെയർ കൊണ്ട് തിരിച്ച് അതിൽ ഒരു ഫ്ലവറിൽ 3 ഇതളുകളായിട്ട് അതിൽ 3 ഉണ്ടാക്കി വെക്കണം. മാക്സിമം അത് ഇച്ചിരി ലെന്ത് എടുക്കുക നല്ല കേട്ടോ, ഇച്ചിരി ലെന്തിലെടുക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം നമുക്ക് പറയാം ഞാൻ. അപ്പം എന്നിട്ട് പ്ലാസ്റ്റിക് കവർ എടുക്കുക. ഇത് ഞാൻ കുറച്ച് യൂസ് ചെയ്ത പ്ലാസ്റ്റിക് കവറാണ്. അപ്പോൾ ഇങ്ങനെ പ്ലാസ്റ്റിക് കവർ എടുത്ത് നന്നായിട്ട് പിടിക്കണം. നന്നായിട്ട് ഒന്ന് വലിച്ച് നല്ല ടൈറ്റായിട്ട് പിടിക്കണം കേട്ടോ. നന്നായിട്ട് മുറുക്കി പിടിക്കണം. ഒത്തിരി മുറുക്കി കഴിഞ്ഞാൽ കീറിപ്പോവും പേപ്പർ. ഈ പ്ലാസ്റ്റിക് കവർ കീറിപ്പോകുന്ന പേപ്പറായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് ടൈറ്റാക്കിയിട്ടില്ല. എന്നാലും ഒക്കുന്ന പോലെ ടൈറ്റാക്കിയിട്ട് നന്നായി ടൈറ്റാക്കി എന്നിട്ട് നൂല് കൊണ്ട് ചുറ്റെടുക്കണം. നന്നായിട്ട് ചുറ്റെടുക്കണം. എക്സസ് ആയിട്ട് വരുന്ന പേപ്പറും പോട്ടെ പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്യുമ്പോൾ കമ്പി ഇടയ്ക്ക് കയറുന്നാലും കുഴപ്പമില്ല, അത് സൂക്ഷ്യം കണ്ടും കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഒത്തിരി അങ്ങ് എഡ്ജ് കട്ട് ചെയ്യരുത്, കാരണം അന്നേരം വിട്ടുപോകും. ആ കെട്ടിൽ നിന്ന് അങ്ങ് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഇതുപോലത്തെ ഒരു ടേപ്പാണ്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണ്. നാട്ടിൽ നിന്ന് ഓൺലൈൻ വാങ്ങിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നു. പക്ഷേ ഇവിടെ അവൈലബിൾ ആണിത്. ഇത് ഒരു പശയുണ്ട് ഇതിന് കേട്ടോ. പിന്നെ ഇത് വെക്കുമ്പോൾ താഴെ കുറച്ചൊന്ന് പിടിച്ച് വെച്ചിട്ട് വേണം ചുറ്റാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ വിട്ട് പോകും. നമ്മൾ ടൈറ്റായിട്ടല്ലേ പിടിക്കുന്നത്, അത് കാരണം വിട്ടുപോകും. എന്നിട്ട് മണ്ടയ്ക്ക് കൊണ്ടുവന്നിട്ട് 2, 3, 4 കുറച്ചൊന്ന് ചുറ്റിയിട്ട് താഴോട്ട് കറക്കി കൊണ്ടുവരണം. എന്നിട്ട് പശ ഉള്ളത് കൊണ്ട് ഒട്ടും കൂടെ ചെയ്യും കേട്ടോ, അതൊരു ഉപകാരമാണ്. അങ്ങനെ ഫുള്ളത് കറക്റ്റ് കൊണ്ടുവരണം. അങ്ങനെ താഴത്തെ എഡ്ജ് മുട്ടിക്കണം നിർബന്ധമൊന്നുമില്ല, കാരണം ഇത് ഞാൻ വേറെ ചുറ്റുമ്പോൾ അത് ഉള്ളിൽ പൊക്കോളും ആ ഒരു സൈഡ്. അപ്പോൾ ഇങ്ങനെ പൊട്ടിച്ചെടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് ഇതുപോലെ 3 ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ പറഞ്ഞല്ലോ 3 വേണമെന്ന്. 3, 4 ചെയ്ത് ഞാൻ 3 ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സൈസ് വ്യത്യാസമുണ്ട്. അത് ഞാൻ ആദ്യം ചെയ്ത് വെച്ചിരുന്നതാണ് മറ്റേത്. അതുകൊണ്ട് അതിൻ്റെ ആ ഒരു ക്യാപ്പ് ഞാൻ കണ്ടില്ല കേട്ടോ. ഒരു പൗഡർ ടീനിൻ്റെ അടപ്പായിരുന്നു, അത് ഞാൻ കണ്ടില്ല. അതുകൊണ്ട് എന്നെ കിട്ടിയത് കൊണ്ട് ഞാൻ എടുത്തു. അപ്പോൾ കമ്പി ചുറ്റിയിട്ട് കമ്പി ഊരി വരുന്ന ഒരു ടിന്നെടുക്കണം കേട്ടോ, അല്ലെന്നുണ്ട് ഉടക്കും, കമ്പി വരില്ല. ഇനി നമുക്കിനി ടൈറ്റായിട്ട് ആ 3 ഇതളുകളും ടൈറ്റായിട്ട് പിടിച്ചുകൊണ്ട് ഒന്ന് മലർത്തി കൊടുക്കുക. എന്നിട്ട് ഒരു നൂലെടുത്തിട്ട് ചുറ്റുക. അപ്പോൾ ഒരു പിടുത്തം കിട്ടും. നമ്മൾ ടേപ്പ് ചുറ്റുന്നതിലും ജസ്റ്റ് പിടുത്തം കിട്ടും, അത്രേ ഉള്ളൂ. എന്നിട്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ടേപ്പ് താഴെ ചുറ്റി മണ്ടയ്ക്ക് 2-3 ചുറ്റിയിട്ട് താപ്പോട്ട് കൊണ്ടുവരിക. ഫുള്ള് ചുറ്റണമെന്നില്ല, ഏകദേശം ഒരു 3/4 ചുറ്റിയിട്ട് അങ്ങ് പൊട്ടിച്ച് കളഞ്ഞാൽ മതി. ഇങ്ങനെ പൊട്ടിച്ച് കളഞ്ഞ് മാറ്റിവെക്കുക. ഞാൻ പറഞ്ഞ 3 ഫ്ലവേഴ്സിന് ഉണ്ടാക്കി കേട്ടോ, സെയിം അളവിൽ 3 ഫ്ലവേഴ്സ് ഉണ്ടാക്കി. അടുത്തത് നമുക്കൊരു ചെറിയ സൈസ് ഫ്ലവർ ഉണ്ടാക്കണം. ഇങ്ങനത്തെ കെട്ടുകമ്പി ഉണ്ടല്ലോ, ആ കമ്പി എടുത്തിട്ട് ചെറിയതായിട്ട് വളച്ചെടുക്കുക. അതായത് നമുക്ക് ആദ്യം ഉണ്ടാക്കിയ ഫ്ലവറിൻ്റെ സൈസല്ല, അതിൻ്റെ ചെറിയ സൈസ് വേണം. ആദ്യം നമ്മളൊരു പാട്ട് എടുത്തിട്ടാണ് സൈസ് എടുത്തത്. ഇപ്പം ഞാനൊരു സ്പ്രേ കുപ്പീൻ്റെ അടപ്പ് എടുത്ത് കേട്ടോ. അപ്പോൾ അതൊരു ചെറിയ സൈസാണ്. അപ്പോൾ അതെടുത്തിട്ടാണ് ഞാനിത് റൗണ്ട് ചെയ്തിട്ട് പ്ലെയർ കൊണ്ട് തിരിച്ചെടുത്തത്. പ്ലെയർ വേണം കേട്ടോ, പ്ലെയർ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ കൈ നന്നായിട്ട് തോന്നും കേട്ടോ. എഡ്ജുള്ള അടപ്പാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ ഇങ്ങനെ എടുക്കാനുള്ള. ഇല്ല, കുഴപ്പമൊന്നുമില്ല, സ്മൂത്ത് ഉണ്ടെങ്കിൽ പോരും. ഇതും അതുപോലെ തന്നെ സെയിം പ്രോസസ്സ്. നന്നായി ടൈറ്റ് ചെയ്യരുത്, പൊട്ടിപ്പോകും കേട്ടോ. ഞാൻ 2 കവറിൽ ചെയ്ത് നോക്കി കേട്ടോ. ഒന്ന് ഈ കവറും പിന്നെ വേറെ തിന്നായിട്ടുള്ള കവറും ചെയ്ത് നോക്കി. അപ്പോൾ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നുണ്ട്. ഇത് കുറച്ചുകൂടി പേപ്പർ കണ്ടൻറ്റ് കൂടുതലുള്ള അതുപോലത്തെ ഒരു പേപ്പർ. എന്തൊക്കെ കളവുണ്ടല്ലോ, എനിക്കതെന്ന് പറഞ്ഞുകൂടാ. എന്തായാലും അങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഞാൻ അങ്ങനെ തന്നെ സെയിം നൂലുറ്റി ഒന്ന് കെട്ടിയെടുക്കുക. എന്നിട്ട് വീണ്ടും കട്ട് ചെയ്ത് എക്സസ് ആയിട്ടുള്ള ബാക്കി പേപ്പർ മൂട്ട പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പച്ച ടേപ്പ് ചുറ്റിയെടുക്കുക. വീണ്ടും സെയിം കൂട്ട് തന്നെ 3 എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൂട്ടി പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വളച്ചേക്കുക കേട്ടോ, അല്ലെങ്കിൽ കൂട്ടിയിരിക്കുന്നത് മാത്രമല്ല, സ്പേസ് കിട്ടില്ല, ഒന്നിലൊന്ന് കയറിയിരിക്കും. അപ്പോൾ അതിനെ ജസ്റ്റ് വളച്ച് ഇങ്ങനെ ഒന്ന് മലത്തി വയ്ക്കുക. എന്നിട്ട് നൂല് കൊണ്ട് ചുറ്റിയെടുക്കുക. എന്നിട്ട് ടേപ്പ് കൊണ്ട് ഫുള്ളൊന്ന് സെറ്റാക്കി എടുക്കുക.
ഇത് സെയിം രണ്ടെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 പൂവുകൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയും അടുത്തത് പറഞ്ഞാൽ അതിൻ്റെ ബഡ്സ് തയ്യാറാക്കാനായിട്ട് ഇങ്ങനെ ഒരു കമ്പി വളച്ച് അതിൻ്റെ എഡ്ജ് ഒന്ന് ഇങ്ങനെ വളച്ച് വെക്കുക. എന്നിട്ട് കുറച്ച് പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ മടക്കി മടക്കി എടുക്കുക. മടക്കി എന്നിട്ട് ആ കമ്പിയിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് അടുത്ത ഒരു ചെറിയ ഷീറ്റ് എടുക്കുക. ചെറിയ പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അതിനെ ഒന്ന് കവർ ചെയ്ത് താപ്പോട്ട് നല്ല നല്ല പ്രസ് ചെയ്ത് ഒന്ന് കറക്കിയെടുക്കുക. അപ്പം ഇതാ ബഡ്സായി. എന്നിട്ട് നൂല് കൊണ്ട് ചുറ്റി എടുക്കുക. നന്നായിട്ട് തിരിച്ച് നല്ല നല്ല പ്രഷർ കൊടുത്ത് തന്നെ ഞെക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല ഫിക്സ് ആയിട്ടിരുന്നോളൂ. എക്സസ് ആയിട്ടുള്ള പാർട്സ് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ പച്ച ടേപ്പ് കൊണ്ട് തന്നെ ചുറ്റി അത് നന്നായിട്ട് ചുറ്റണം കേട്ടോ. കാരണം അത് മുകളിലിരിക്കേണ്ടതാണ്, അതുകൊണ്ട് നന്നായിട്ടൊരു ഫിനിഷിങ് ചുറ്റെടുക്കണം. ഇത് താഴെ ഒന്ന് പിടിച്ചിട്ട് മുകളിലോട്ട് ടൈറ്റ് ചെയ്ത് മുകളിൽ വന്നിട്ട് അവിടെ ഒരു 2-3 ചുറ്റി നന്നായിട്ട് ചുറ്റിയിട്ട് താപ്പോട്ട് കൊണ്ടുവരിക. അങ്ങനെ ബഡ്സ് നമ്മളൊരു 3 എണ്ണം തയ്യാറാക്കിയിട്ടുണ്ട്. നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ 3 എണ്ണം, ടോട്ടൽ 3 ബഡ്സ്, ചെറിയ ഫ്ലവേഴ്സ് 2 എണ്ണം, 3 വലിയ ഫ്ലവേഴ്സും. ഇനി നമുക്ക് വേണ്ടത് 2 കമ്പി വേണം, നല്ല ലെന്തുള്ള കമ്പി. ആ ഫ്ലവേഴ്സ് എല്ലാം ചുറ്റിയെടുത്ത് വെക്കാനായിട്ട് ആദ്യം നമുക്ക് ബഡ്സാണ് സെറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അതിൻ്റെ ബഡ്സ് ആദ്യം കമ്പി എടുത്തിട്ട് ഒന്ന് വളച്ച് വെക്കണം, ഒന്ന് പിരിച്ച് വെക്കാന്നുണ്ടെങ്കിൽ ഔട്ടിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഇളകളി പോകും. അതിനെ പിരിച്ച് വെച്ച് എന്നിട്ട് താഴേന്ന് മണ്ടക്കൂട്ട് കൊണ്ടുവന്നിട്ട് അവിടെ ടൈറ്റാക്കിയിട്ട് നേരെ താപ്പോട്ട് കൊണ്ടുവരും. അങ്ങനെ ഓരോ ബഡ്സും എടുത്ത് വെക്കുക. അപ്പോൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വെക്കണം കേട്ടോ. ഒത്തിരി അങ്ങ് അടുത്തടുത്തടുത്ത് വരരുത്, കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വെക്കണം. അതിന് അളവൊന്നുമില്ല, നമ്മുടെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തങ്ങ് വെക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് വളച്ച് ഒക്കെ വെക്കാമല്ലോ, കമ്പിയല്ലേ, അതുകൊണ്ട് വളച്ചൊക്കെ എടുക്കാൻ പറ്റും. ഫ്ലവേഴ്സ് വെക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് ലെന്ത് കുറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ലെന്തിലിട്ട് കട്ട് ചെയ്യണം ആ കമ്പി ആദ്യം. കാരണം ലെന്ത് ഇച്ചിരി കുറഞ്ഞു പോയായിരുന്നു. അത് കാരണം ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ലെന്ത് നമുക്ക് കിട്ടിയാൽ മാത്രമേ ആ കമ്പിയോട്ട് ചേർത്ത് വെച്ചിട്ട് അത് സ്ട്രോങ് ആയിട്ട് നിൽക്കുകയുള്ളൂ. ഇതുണ്ടോ, അതിന് ലെന്ത് തീരെ കുറവായിരുന്നു. അപ്പോൾ വളച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്ലെയർ ഇട്ടിട്ടാണ് വളച്ചത്. കാരണം അത്രയും കമ്പി, 3 ഇതളുകളുടെ കമ്പികളില്ലേ, അപ്പോൾ ഇത്ര കട്ടിയായിരുന്നു അത്. നീളം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ പറ്റിയ, ഇതിപ്പോൾ ടൈറ്റായിപ്പോയി. എന്നാലും കുഴപ്പമില്ല, ഞാൻ കുറേ വട്ടം ചുറ്റി അങ്ങനെ ഇങ്ങനെയൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സ്ട്രോങ് ആയിട്ട് ഇരിക്കും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഓരോ ഫ്ലവേഴ്സും ചേർത്ത് വെക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ ടേപ്പ് ചുറ്റണം നോക്കണം കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ ലൂസാകും, കമ്പിയല്ലേ. ഇനി ലാസ്റ്റ് കുറച്ച് കമ്പി വളഞ്ഞിരിപ്പില്ലേ, അത് തിരിച്ച് മടക്കി വെച്ചിട്ട് ഒന്ന് സ്ട്രോങ് ആയിട്ടൊന്ന് ചുറ്റെടുത്താൽ മതി കേട്ടോ. നമുക്ക് എവിടെ നിന്ന് ഹാങ് ചെയ്യാനോ കുത്തി വെക്കാനോ എന്തെങ്കിലും താഴെ കമ്പി വേണ്ടേ, അതിന് ആ കമ്പി ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ബാലൻസ് വന്ന കമ്പി ഒന്ന് മടക്കി വെച്ചിട്ടൊന്ന് പ്ലെയറിട്ടൊന്ന് അമക്കി അതിനെയും ടേപ്പ് കൊണ്ട് ചുറ്റിയെടുത്താൽ മതി നന്നായിട്ട്. അപ്പം കഷ്ടപ്പാടിൻ്റെ ഒരു സീൻ കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് വേണ്ടത് ഇതിന് സെൻട്രലായിട്ട് ഒരു ഈ പൂണ് നാമ്പോ അങ്ങനെ എന്തെങ്കിലും വേണ്ടേ. അപ്പം എൻ്റെ അതൊന്നും ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ മോളുടെ ടോയ് മുത്ത് അടിച്ചു മാറ്റി, ഒരു 10 അടിച്ചു മാറ്റി കേട്ടോ. എന്നുവെച്ചാൽ ആദ്യത്തേത് ഞാൻ അടിച്ചു മാറ്റി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ 5 വേണമായിരുന്നു, അത് ഞാൻ അടിച്ചു മാറ്റിയാണ്. അവൾ അറിഞ്ഞിട്ടില്ല, അവൾ അറിഞ്ഞ് ഞാൻ ഓടിക്കും, അത് വേറെ കാര്യം. അപ്പോൾ അതിനെ മുത്തിനെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ട് എല്ലാ പൂവിൻ്റെ സെൻറ്ററിൽ ഗ്ലൂ ഗണ്ണാക്കിയിട്ട് ഈ ഓരോ മുത്തും വെച്ച് കൊടുത്തു. മുത്തെല്ലാം ഞാൻ സെപ്പറേറ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് സെറ്റാക്കണം. ഞാൻ ആദ്യം ചെയ്തതാണ് കേട്ടോ. അത് ഞാൻ മുത്തൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനാണെന്നുണ്ടെങ്കിൽ തിന്നായിട്ടുള്ളൊരു കവറായിരുന്നു. അപ്പോൾ അതിന് കുറച്ചായി കേട്ടോ. ഇത് ഞാൻ ലേറ്റസ്റ്റ് ചെയ്ത് ബീഡ്സൊക്കെ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തത്. ഗ്ലൂ ഗൺ യൂസ് ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് കവർ മുട്ടാതെ നോക്കണം കേട്ടോ. മുട്ടിക്കഴിഞ്ഞാൽ അത് ഉരുകി പോകും, അതുകൊണ്ട് അത് സൂക്ഷിച്ച് വേണം
സെറ്റ് ചെയ്യാൻ. ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കേക്കിൻ്റെ ചാനലാണെങ്കിലും ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന ഒരു ചാനൽ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്ത് കാണാം. ഓക്കെ ബൈ. ലാസ്റ്റ് കാണിക്കുന്ന ഒരു ഗ്രീൻ കളറിലൊരു ക്രാഫ്റ്റും അത് ഞാൻ ചെയ്തു കേട്ടോ.